ഹലോ, 2025 ക്രിസ്മസ് ഇങ്ങ് അടുക്കാറായി. ഈ തവണ ക്രിസ്മസിന് ഞാൻ ഉണ്ടാക്കിയത് നെല്ലിക്ക വൈനാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് കണ്ടു നോക്കാം. 1.5 കിലോ നെല്ലിക്കയാണ് ഞാൻ എടുത്തത്. തലേ ദിവസം അത് കഴുകി വൃത്തിയാക്കി ഉണക്കാൻ വേണ്ടി വെച്ചു. നനവ് ഒട്ടും പാടില്ല കേട്ടോ. വൈൻ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങളും എല്ലാം നനവില്ലാതെ വേണം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഫംഗസ് വന്ന് നാശമായി പോകും വൈന്. ഇനി വേണ്ട സാധനങ്ങൾ പറയാം. 1 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം, 2 ടേബിൾ സ്പൂൺ ഗോതമ്പാണ്. സൂചി ഗോതമ്പാണ് നല്ലത്. എൻ്റെ അടുത്ത് ഉരുണ്ട ഗോതമ്പ് ഉള്ളതുകൊണ്ട് ഞാൻ അത് ഉപയോഗിച്ചു. പിന്നെ 2 കഷ്ണം പട്ട, കരയാമ്പൂ, ഏലക്കായ, പിന്നെ 1 കിലോ പൊടിച്ച ശർക്കരയും. ഇപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് മധുരം കൂട്ടണമെങ്കിൽ 1.25 എടുക്കാം. പിന്നീട് കഴുകി നന്നായിട്ട് ഉണങ്ങിയ നെല്ലിക്ക നുറുക്കിയെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് നെല്ലിക്ക ഇടാം കേട്ടോ. എൻ്റെ വീട്ടിൽ നുറുക്കിയിട്ടാണ് ഞാൻ കണ്ടത്, അതുകൊണ്ടാണ് ഞാനും അങ്ങനെ ചെയ്യുന്നത് മാത്രം. പിന്നീട് നന്നായി കഴുകി ഉണക്കിയ കുപ്പിയിലേക്ക് ലെയറായിട്ട് നെല്ലിക്കയും ശർക്കരയും ഇടുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ ആ മാറ്റി വെച്ചിരിക്കുന്ന സ്പൈസസ് ഇല്ലേ, പട്ട, കരയാമ്പൂ, ഏലക്കായ, അത് അതിൻ്റെ മുകളിലേക്ക് ഇടുക. പിന്നീട് ആ ഗോതമ്പ് ഒരു കിഴി പോലെ കെട്ടിയിട്ട് അതും ഇതിൻ്റെ മുകളിലേക്ക് ഇടുക. ഈ ഗോതമ്പ് ഇങ്ങനെ കിഴി കെട്ടിയിടുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ ഒരു വൈനിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സംഭവമൊക്കെ ചേർക്കുന്നത്. അതിനുശേഷം ഈ തിളപ്പിച്ചാറിയ 1 ലിറ്ററില്ലേ, ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ട് കിട്ടണമെങ്കിൽ 1 ലിറ്ററിന് പകരം ഒരു 1.25 ലിറ്ററൊക്കെ ഒഴിക്കാം. പിന്നീട് വെളിച്ചമില്ലാത്ത ഭാഗത്തേക്ക് കുപ്പി നീക്കി വയ്ക്കുക. 2 ദിവസത്തിന് ശേഷം ഒരു വൃത്തിയുള്ള ഉപയോഗിക്കാത്ത തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മധുരം എല്ലായിടത്തും ഒന്ന് ഈവനായിട്ട് എത്തിക്കോളും. പിന്നീട് അത് അനക്കുകയേ വേണ്ട. അങ്ങനെ 24 ദിവസത്തിന് ശേഷമാണ് ഞാൻ തുറക്കുന്നത്. അപ്പോഴേ നല്ലൊരു മണം വന്നിരുന്നു കേട്ടോ തുറന്ന ഉടനെ. നെല്ലിക്ക വൈൻ ഒരു വൈനിലുപരി ഒരു ഹെൽത്ത് ടോണിക് പോലെയാണ്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്. ഇതിൻ്റെ ഗുണങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് പിടികിട്ടും. 21 ദിവസം അല്ലെങ്കിൽ 24 ദിവസം കുപ്പി കിടന്ന് ആ നെല്ലിക്ക കഷ്ണങ്ങളുടെ സത്ത് മുഴുവൻ ഇറങ്ങിയിട്ടാണ് ഈ വൈൻ ഉണ്ടാവുന്നത്. പിന്നെ ഈ വൈനുകൾ ഉണ്ടാക്കുമ്പോൾ എല്ലാം നന്നായിട്ട് കഴുകി ഉണങ്ങിയിട്ടായിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഫംഗസ് വന്നു പോകും. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ്. അടുത്ത വീഡിയോയിൽ കാണാം.